ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വരുന്ന സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏപ്രിൽ 21 മുതലാണ് സൂപ്പർ കപ്പ് 2025 ആരംഭിക്കുക. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. ആകെ 16 ടീമുകൾ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. 13 ISL ക്ലബ്ബുകളാണ്, കൂടാതെ 3 ഐ ലീഗ് ക്ലബ്ബുകളും ഉണ്ട് എന്നുള്ളതാണ്. നോക്കൌട്ട് ഫോർമാറ്റിലാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുക എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മാർക്കസ് മെർഗുലാവോ പങ്കുവച്ചിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു മുഖ്യ പരിശീലകൻ ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഒരു സംശയമുണ്ട്. സൂപ്പർ കപ്പിന് മുന്നേ ഒരു മുഖ്യ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ സാധ്യതയുണ്ടോ എന്ന് ചില ആരാധകരെങ്കിലും ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് സാധ്യതയില്ല എന്നാണ് അഷ്അലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പുതിയ പരിശീലകൻ വരികയാണെങ്കിൽ അത് അടുത്ത സീസണിലേക്കായിരിക്കും, അടുത്ത ഡ്യൂറന്റ് കപ്പിന് മുന്നേ ആയിരിക്കും പുതിയ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവുക. വരുന്ന സൂപ്പർ കപ്പിൽ TG പുരുഷോത്തമനും അതുപോലെ തന്നെ തോമസ് ഷോർസും ചേർന്നുകൊണ്ടായിരിക്കും ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ആര് എത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. സെർജിയോ ലൊബേറയെ കൊണ്ടുവരാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് താല്പര്യം. പക്ഷെ അത് നടന്നിട്ടില്ലെങ്കിലാണ് മറ്റുള്ള പരിശീലകർക്ക് വേണ്ടി അവർ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കൊണ്ടും കാണാം.